എടാ ഒരാളെ ഇവിടെ ഇരിക്കുന്നുണ്ടില്ലേടേ? അത് കൊള്ളാം. ഇവിടെ ഒരാൾ തൂക്കുന്നുണ്ടില്ലേ? നീ തൂക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വന്നിരുന്ന് ചൂടയ്ക്കാൻ തുടങ്ങിയത്. എന്നും പറഞ്ഞ് എനിക്ക് തൂക്കണ്ടേ? നീ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്ക് അകത്താണ് പോയി അവിടെ കൂടെ തൂത്തൂടെ? അത് കൊള്ളാം. സാധാരണ വൃത്തിയില്ലാതെ കിടക്കുമ്പോഴാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇത് നേരെ തിരിച്ച്. എന്ത് മനുഷ്യനാണോ എന്തോ ഈശ്വരാ. ഒരു കാര്യം പറയുമ്പോൾ ഏത് സെൻസിൽ എടുക്കണമെന്ന് പോലും അറിഞ്ഞൂടാ. രാവിലെ ചുമ്മാ എൻ്റെ മൂഡ് കളയാൻ വേണ്ടിയിട്ട്. അയ്യോ, ഞാൻ ആരുടെ മൂടൊന്നും കളയുന്നില്ല. അല്ല, സാർ രാവിലെ തന്നെ ഈ ഷൂ ഒക്കെ തുടക്കുന്നത് എന്തിനാ? അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണ്? അല്ല, വെറുതെ അറിഞ്ഞിരിക്കേ. ഭാര്യയായി പോയില്ലേ? ആരെങ്കിലും ഇപ്പൊ പുറത്തുനിന്ന് ചോദിച്ചാൽ എനിക്ക് പറയാമല്ലോ. ഓഹ്, ഭാര്യ എന്നുള്ള ബോധം എപ്പോഴെങ്കിലും ഉണ്ടല്ലോ. അയ്യോ, ഭാര്യ എന്ന ബോധം എനിക്ക് എപ്പോഴും ഉണ്ട്. നിനക്കാണ് ഇല്ലാത്തത്. അതുകൊണ്ട് നീ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. എന്തോന്ന് കാണിച്ചു കൂട്ടുന്നത്? കുന്തം. നീ ആദ്യം പറ, നീ എവിടെ പോകുന്നേ? ഒരാളെ മീറ്റ് ചെയ്യാൻ പോണു. എടി എന്തായാലും പറയാനുണ്ടോ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഉറക്കെ പറഞ്ഞോളാം കേട്ടല്ലോ. നീ ആരെ കാണാൻ പോകുന്നേന്ന്? എനിക്ക് പല ആവശ്യങ്ങളുണ്ട്, എല്ലാം നിന്റെ അടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ മോളെ നീ നോക്കണം. അപ്പൊ എനിക്ക് വേറെ ജോലി ചെയ്യണ്ടേ? ഇടി അവക്ക് ഒരു കുഴപ്പമില്ലാതെ മിണ്ടായിരിക്കില്ലേ കൊച്ച്. നീ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിന്റെ ഫ്രണ്ട് ഇരുത്തിക്കൊണ്ട് ജോലി ചെയ്താൽ പോരെ? നീ പോയിട്ട് എപ്പോ വരും? എടേ അത് പറയാൻ പറ്റൂല, അത് കാണുന്ന ആളുടെ അനുസരിച്ചിരിക്കും. എന്നാ പിന്നെ അവിടെ പോയി കിടന്നുറങ്ങും. ചിലപ്പോൾ കിടന്നുറങ്ങിന്നിരിക്കും. നിനക്ക് എന്താണ് കുഴപ്പം? എന്തോ ക്വസ്റ്റ്യൻ്റെ ആകാം. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ല. വെറുതെ മനുഷ്യനെ മൂട് കളയാൻ വേണ്ടി. പുല്ല്. ആര് ചീത്ത വിളിച്ച്? എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ നിന്നെ വിളിച്ചതല്ല, എന്നെ തന്നെ വിളിച്ചതാ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ലോ. വരുന്നതിനും പോകുന്നതിനൊക്കെ ചവിട്ടി തെച്ചിട്ടാ പോന്നെ. എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. പുല്ല്. ഇവൻ പോകുന്ന ടൈമിലായിരിക്കും ചിലപ്പോൾ ഡോക്ടർ കയറി പറഞ്ഞ. അതിന് മുന്നേ ഡോക്ടറെ കൊണ്ടുവരാൻ പറയണം. ആദ്യം തന്നെ വിളിച്ച് പറയാം. ആദ്യം വിളിച്ച് പറയാം. ചേട്ടൻ പോരാവേ, ഇരുന്നോ. മക്കളെ, ഇവിടെ ഇരുന്ന് കളിച്ചു കേട്ടോ. വരാമേ. മോള് മൂത്ര വെച്ചെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ കുറെ സമയം പോകും. നന്നായി. ആ സമയം കൊണ്ട് ആദ്യം ഡോക്ടർ കയറി വരികയും ചെയ്യും. മക്കളെ, ഞാൻ ആ റൂമിൽ കയറിയതേ ആ ചേട്ടനോട് പറയല്ലേ. നല്ല കുട്ടി, മുട്ടായി മേടിച്ചു തരാമേ. ഇപ്പൊ വരാം. ഇതില് മൂത്രം ഒഴിച്ചാ? എടി മാഹി, പണിയെന്നല്ലേ, പണിയെന്നിട്ടിരിക്കുകയാണല്ലേ. എന്തിനാണ് മൂത്രം ഒഴിച്ച് വെച്ചത്? ഞാൻ ഏത് എടുത്തിട്ടുണ്ടോ മക്കളെ? എടി മാഹി, എന്താ? ഒരു ഹെൽപ്പ് ചെയ്ത് തരാമോ? എന്താ ഹെൽപ്പ്? ചക്കി എൻ്റെ ഷർട്ടിൽ മൂത്രം ഒഴിച്ച് വെച്ചു. അത് ഇട്ടോണ്ടോ ഷർട്ടാണ്. ആണോ? ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരു അയൺ ബോക്സ് ഉണ്ടെങ്കിൽ അപ്പോൾ കഴുകിട്ടിട്ട് ഉണക്കായി. എന്നിൽ അയൺ ബോക്സ് ഉണ്ട്, പക്ഷെ അത് വർക്കാവും തോന്നുന്നില്ല. ഞാൻ നോക്കട്ടെ. പിന്നെ കുഞ്ഞിന്റെ ഡിക്കർ ഒന്ന് മാറ്റിക്കാം, അല്ലെങ്കിൽ അവൾ ഭയങ്കര കരച്ചിലായിരിക്കും. അല്ലാതെ നീ മാറ്റില്ല, എനിക്ക് പോകാൻ സമയമായി. അയ്യോ, എനിക്കാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. ഒന്ന് മാറ്റിക്കണേ.
ഇരിക്കല്ലേ, സമയമില്ലാത്ത സമയത്ത് തന്നെ പണി തോന്നും കേട്ടാ. Abhivits Mahi, supported by ഹലോ ആദി. ഹലോ ഹലോ കേക്കാൻ വരുന്നുണ്ട്. ആ പറ പറ പറ. നീ എവിടെ ഇരിക്കുന്ന? എടി അങ്ങേരുടെ ക്ലിനിക്ക് നിക്കുവാടി. അയ്യോ ഇതുവരെ ഇറങ്ങിയതുമില്ല. എന്റെ പൊന്നെ, നീ അവിടെ ഇറങ്ങാത്തെന്ത്? എടി അങ്ങേ കുളിച്ചോണ്ടിരിക്കണം തോന്നുന്നു. ഇറങ്ങാൻ പറ അയാളടുത്ത്. എടി എന്തായാലും അങ്ങേര് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആവും. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വരുന്നവർക്ക് അതിനെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് നിർത്തും. അപ്പോഴത്തേക്ക് ഞാൻ വേഗം വരാം. എടി ഒരു കാര്യം ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കുവാ. ഇനി എന്നെ കൊണ്ട് പറ്റൂല. എടി എങ്ങനെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ചെയ്ത് അങ്ങേര് ഇറങ്ങണ്ട. ഈ കുറെ നേരം അകത്ത് കേറിയിട്ട് അയാളെ ഞാൻ മിക്കവാറും ഫസ്റ്റ് നോക്കി പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ. വേഗം വരാം. നീ ടെൻഷൻ അടിക്കാതെ മതി. ഞാൻ പറയുന്നത് കേൾക്ക്. വേഗം വരാം. ശരി ശരി. ഓ മഹി അയൺ ബോക്സ് ആടി. അയൺ ബോക്സ് നോക്കുവാ. ഇവിടെ എവിടെ അയൺ ബോക്സ് വെച്ചിരുന്നു? കാണാനില്ലല്ലോ. മഹി ആ ഒരു മിനിറ്റ്, ഇവിടെ എവിടെ ഉണ്ട് നോക്കുവാ. എടി ഒന്ന് പെട്ടെന്ന് എടുത്താടി, താമസിക്കൂടി. നോക്കിയോണ്ടിരിക്കുന്നേ. കിട്ടിയാ? ഇല്ല. ഈ പോവാനുള്ളതാണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ഷർട്ട് കൊണ്ട് കഴുകിയിട്. കഴുകിയിട്ടൊക്കെ ഉണക്കി വരുമ്പോ നാളെ ആവും. അത് പറ്റത്തില്ല. നീ നോക്ക്, തപ്പി നോക്ക്. എവിടെ വെച്ചത്? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വേറെ ഷർട്ടൊന്നും ഇല്ലേ? എടി ഇന്റർവ്യൂവിന് ഇട്ടോണ്ട് പോകാൻ പറ്റിയ ഒരു ഷർട്ട് അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറൊന്നും ഇല്ല. അല്ല ഈ ഇന്റർവ്യൂവിന് വരുന്ന ആള് പറഞ്ഞായിരുന്നു ഇതുപോലെ ഡ്രസ് കോഡ് എന്തെങ്കിലും പറഞ്ഞു? ഡ്രസ് കോഡ് ഒന്നും ഇല്ല, പറ്റിയ ഷർട്ട് അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ കൊള്ളാവുന്നത്. നീ നോക്കുന്നു. പെമ്പിളരായിരിക്കും വരുന്നത്. ഓ പെമ്പിള്ളേര്, പേര് പങ്കജാക്ഷി. ഇതുവല്ല കുഴപ്പമുണ്ടാ? നീ പറഞ്ഞ കാര്യം നോക്കിയാണ് അങ്ങോട്ട്. ഞാൻ നോക്കിയുടെ കാണാനില്ല. എവിടെ വെച്ചത്? എവിടെയൊന്നും ഒരു ഓർമ്മയില്ല. ഇവിടെ ഈ റൂമിൽ തന്നെ വെച്ചിരിക്കുന്ന? വെച്ചിട്ടുണ്ട്. നീ ഈ റൂമിൽ തന്നെ വെച്ചത്? റൂമിലാണ് വെച്ച. അതിന് ഇവിടെ തന്നെയാണ്. മാറ്. ഓ ഇതൊക്കെ ഒന്ന് കഴുകിക്കൂടെ? ഞാൻ എല്ലാം കഴുകിയനെ വെക്കുന്നത്. പാറ്റ ഗുളിക എടുത്ത് വെച്ച് മാറ്. ചേ അവിടെ നീങ്ങിയില്ലേ? ആ കിട്ടിയാ? ആരും മനഃപൂർവ്വം കൊണ്ടുപോയിക്കൂലല്ലോ. അല്ലാതെ തന്നെ നടന്നേറിയൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാ ഈ സാധനം ഇങ്ങനത്തെ സ്ഥലത്ത് ആരും വേറെ കൊണ്ടുപോകൂല. എന്നാ പിന്നെ അത് യൂസ് ചെയ്യണ്ട. അത് കൊള്ളിപ്പോ പറഞ്ഞാൽ മതി. ഞാനല്ലേ കണ്ടുപിടിച്ചത്, അത് ഞാൻ ഉപയോഗിച്ചോളാം. പിന്നെ ഇന്നലെ എന്നെ ഇതിൽ നിന്ന് ഷോക്ക് അടിച്ചു. കുഴപ്പമില്ല, ഷോക്ക് അടിക്കാൻ ഞാൻ സഹിച്ചു കേട്ടാ. നീ എവിടെ പൊക്കൂ, എനിക്കെന്ത്? നീ ഏതോ കാതറിനെ കൂതറിനെ ആരോണേയും കണ്ടോ? എനിക്കെന്നും തോൽവി തന്നെ. പോവാ, ഞാനെത്തി. മീറ്റിങ്ങിന് പോണു. ഓഹോ, അപ്പൊ നീ അവന്റെ കൂടെ മീറ്റിങ്ങിന് പോവാണല്ലേ? അതെ. അപ്പൊ ഈ കാര്യത്തിൽ നീ അവനോട് കൂടെ കൂട്ടിക്കോണല്ലേ? എടി ഈ ഒരു കാര്യത്തിൽ കൂട്ട് നിന്നേ പറ്റുള്ളൂ. അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. അല്ല എത്രയാണെന്ന് പറഞ്ഞ അവന്റെ വിഷമം കണ്ടുകൊണ്ടിരിക്കും. എടി ഇങ്ങനെയെങ്കിലും അവൻ ഒന്ന് രക്ഷപ്പെട്ട് പോട്ട്. അതെന്തിന്? അതെന്തിനാ? എടി ഈ ഒരു കാര്യം നടന്നു കിട്ടിയാലേ നീ സഹിതം രക്ഷപ്പെടുമെന്ന്. അതെങ്ങനെ? എടി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ ടെൻഷൻ ഇല്ല, ഫ്രീ ആയിട്ട് അങ്ങ് ഇരിക്കാന്ന്. എടി ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഇനി ഇതേപോലെ ഒന്നും നടന്നൊന്നും വരില്ല കേട്ടല്ലോ. പിന്നെ ഏതോ കൂതറെ കാണാൻ പോകുന്നതിൽ ഗോൾഡൻ ചാൻസ്. അതെ, എന്റെ മാമനെ കൂതറാന്ന് വിളിച്ചോണ്ടല്ലോ. പിന്നെ ഇങ്ങനെ പണ്ട് കുറച്ച് കൂതറ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഡീസന്റ് പണക്കാരനാണ് കേട്ടല്ലോ. മാമനാ? ആ നിന്റെ മാമനെ എപ്പോ പറഞ്ഞു? എടി നീ എന്നെ ഇപ്പൊ പറഞ്ഞു ഏതോ കൂതറെ കാണാൻ പോകുന്നു. എടി ഞാൻ കാണാൻ പോണതേ എന്റെ ഗൾഫിൽ നിന്ന് വന്ന മാമനെയാണ്. മാമനെയാ? ഞാൻ വെച്ചാ കാതറിനെ. ഏത് ഗാലറി? അത് എന്തിനാ പിന്നെ പറയാം. പിന്നെ നീ ഇപ്പൊ അഭി ഇവിടുന്ന് കൊണ്ടുപോകണ്ടടാ. അയ്യോ അതെന്ത്? ഇവിടെ ഒരു ആവശ്യമുണ്ട്. അതെന്ത്? നീ എന്തോ ഇവിടെ മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ, ആ പ്രാന്തൻ. ആ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എടി അങ്ങേരൊക്കെ ഇങ്ങോട്ട് എന്തിനു വരുന്നേ? എടാ കുഞ്ഞാളെന്ന് അറിയണ്ടേ, അതിന് വേണ്ടിട്ടാ. പ്ലീസ് എടാ. എന്റെ പൊന്നു മഹി, ഞങ്ങളൊന്ന് പോയിട്ട് വന്നിട്ട് അറിഞ്ഞാ പോര്. എടാ അവരിപ്പൊ എത്തൂടാ. പ്ലീസ് ഇപ്പൊ പോവില്ലടാ. എന്റെ മാമ അവിടെ വെയിറ്റ് ചെയ്യുന്നു. എടാ നിന്റെ മാമ അവിടെ തന്നെ കാണൂല്ലേ, ഇവിടെ അടുത്ത് പോവില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? അവിടെ തന്നെ ഇരിക്കട്ട്. എടാ ഇതൊന്നും ഇപ്പൊ വരും, അവർ എത്താറായി. മാമ ഓമൻ
ജ്യൂസ് ഒക്കെ രാവിലെ ജ്യൂസും വേണ്ട ഒന്നും വേണ്ട. പോളെ അയ്യോ ഇന്നലെ എന്തോന്ന് കഴിച്ചത്? ഞാനേ ഇന്നലത്തെ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു. ചിക്കനൊക്കെ ഗ്യാസ് അല്ലേ കളിയാ. സോറി നീ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇതൊക്കെയാണ് കഴിച്ചിട്ട് വരുന്നത്. അതെ, ഞാനൊന്ന് ബാത്റൂമിൽ പോട്ടെ. 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. പോയിട്ട് വരാം. അതൊക്കെ ഇറങ്ങി മതിയേ. അതൊക്കെ സ്ഥലത്തും വരെ പോണ്ടേ. പോട്ട് എന്റെ അളിയ നിനക്ക് ഏത് സമയം ഈ ഉരപ്പ് തന്നെടേ. അല്ലെ അഡ്വാൻസ് ശമ്പളം വാങ്ങിച്ചു കളിയാ. കറക്റ്റായിട്ട് ചെയ്ത് തീർത്തില്ലെങ്കിൽ അങ്ങനെ എന്നെ വന്ന് പണി. നിനക്കിന്ന് ഡെലിവറി ഒന്നുമില്ലേ? ഞാനൊരു 1 വീക്ക് അങ്ങ് ലീവ് എടുക്കും. ഇനി ഈ കേസിനൊരു തീരുമാനം ആവാതെ എനിക്ക് ഉറക്കില്ല അളിയ. ഓ, എന്തായി നമ്മളെ പ്ലാൻ? പ്ലാനൊക്കെ ഏകദേശം സെറ്റായി. നീ ആ ലെറ്റർ തന്ന നമ്പറിൽ വിളിച്ചാ? വിളിച്ചടേ, പക്ഷെ അവരങ്ങോട്ട് പിടി വരുന്നില്ല. അങ്ങനെ ഒരു കൊച്ചിനെ അറിയത്തില്ലെന്നാണ് ഇവർ പറയണത്. അയ്യോ, അപ്പൊ പിന്നെ എന്തോ ചെയ്യും? വഴിയുണ്ട്. അതിന് എന്തോന്നു? ഇപ്പം ഞാൻ വിളിച്ച കോളിന് അവര് ഒരു വിലയും തന്നിട്ടില്ല. അത് ഇപ്പഴല്ല, അളെ ആരെ വിളിച്ചാലും ആരും ഒരു വിലയും തന്നിട്ടില്ലല്ലോ. ഇവിടെ പറയുന്നൊന്ന് കേക്കടേ. നീ പറ, അവരെന്തുകൊണ്ടാണ് നമുക്ക് വില തരാത്തത്? എന്തുകൊണ്ടാണ്? അത് നീ തന്നെ പറ. എടാ, ആ കൊച്ചിനെ നമ്മക്കറിഞ്ഞൂടെന്നുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ടല്ലേ? ആയിരിക്കും അല്ലേ അളിയാ? ആണ്. ഇപ്പൊ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ? നമ്മൾ ആ കൊച്ചിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു, എന്നിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇതോടെ അവർ ഞെട്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പല്ലേ? ട്രാക്കിൽ നമ്മൾ പതിയെ ട്രാക്കിലോട്ട് വരെയും ചെയ്യും. അത് അളിയൻ പറഞ്ഞ് കറക്റ്റ് ആയിട്ടാ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അല്ലെ ഇപ്പൊ തന്നെ അവന്റെ ഫേസ്ബുക്കിൽ കയറിയിട്ട് ആ കൊച്ചിന്റെ കൂടെ നിൽക്കുന്ന നല്ല ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ആ മറ്റേ അവർക്ക് അയച്ചു കൊടുക്കും. എടേ, അതൊക്കെ ഞാൻ നോക്കി. ഞാൻ ഇന്നലെയും കൂടെ കയറി നോക്കിയല്ലേ ഉള്ളൂ FB-ൽ. എന്നിട്ട് ഒരു കാര്യമില്ല, അങ്ങനെ ഒരു ഫോട്ടോ അതിനകത്ത് ഇല്ല. അവളുടേതും ഇല്ലേ? ഇല്ല. ഇൻസ്റ്റാഗ്രാമിലും ഇല്ല? ഇൻസ്റ്റാഗ്രാമിൽ നോക്കി, ഒരു കാര്യമില്ല. ഇല്ല. പക്ഷെ അതെന്തേ അവർ രണ്ടുപേരും അതിൽ ഫോട്ടോ ഇടാത്തത്? അതാണ്. ഷേ അളിയ, അതെങ്ങനെ ശരിയാവും? എടാ, അവര് കൊച്ചിനെ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയല്ലേ, പിന്നെ അവര് പോസ്റ്റ് ഇടും. അത് ശരിയാ. അപ്പൊ പിന്നെ ഇപ്പൊ എന്തോ ചെയ്യുന്ന നീ പറയുന്നത്? ഉണ്ട്, വഴിയുണ്ട്. നമ്മൾ നേരിട്ട് പോയി ആ കൊച്ചിന്റെ ഫോട്ടോ എടുക്കും. എന്തോ? എങ്ങനെ? ഒരുമിച്ച് പോയിട്ട് വേണം അവന്മാരെ എന്നെ വീണ്ടും ഇടിച്ചു ഉറക്കേ. അതിന് സമാധാനം ആയില്ലല്ലേ ഇത്രയും കിട്ടിയതെന്നു? അളിയ, നീ പേടിക്കുന്നതിന്? നീ പേടി ഉള്ളണ്ടാ. എടാ അളിയ, അവന്മാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ വേഷം മാറി പോയാ പോരെ. ഓ, അന്നത്തെ പോലെ പിച്ചക്കാരന്റെ റോളായിരിക്കും. എനിക്ക് വയ്യ അടി വാങ്ങിച്ചു കൂട്ടാൻ വീണ്ടും. എന്റെ പൊന്നളിയ, എടാ, ദൈവമായിട്ട് ഓരോ വഴി ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ അതിനെ പുറംകാല് കൊണ്ട് നീ തട്ടിക്കളയും. ഓ, അന്നത്തെ പോലെ കരിവാരി തേക്കാനായിരിക്കും വീണ്ടും. എനിക്ക് വയ്യ. എന്റെ പൊന്നളിയ, അതിന് നീ ഒറ്റക്കല്ലല്ലോ പോകുന്നത്, പിന്നെ ഞാനും കൂടെ ഇല്ലേ? അപ്പൊ ഇടി വാങ്ങിയ ആളായി, ഷെയറിനാളായി. അതിനവർക്ക് നമ്മളെ മനസ്സിലായിട്ട് വേണ്ടേ? എടാ, എൻ്റെ ഒരു ചേട്ടൻ, അയാൾ സീരിയലിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അയാൾ നമ്മുടെ ഈ ഷേപ്പിനെ മാറ്റി തരുന്നു. ആ ഷേപ്പ് കണ്ടിട്ട് അവന്മാർ നമ്മളെ ഷേപ്പ് പിടിച്ച് മാറ്റാതിരുന്നാൽ മതി. നെഗറ്റീവ് അടിക്കുക കുട്ടാ. ഇടുന്നില്ലേ? ഞാൻ ബാക്കി കൂടെ ഉരച്ചിട്ട് വരാം. ഉരച്ചിൽ നിന്റെ ഒരു ഭാഗം കൊണ്ട്. രാഹുലേ, ഒന്ന് ഇറങ്ങടാ. ഒന്ന് ഇത്ര സമയടേ? എടി മഹി, താണ്ട അവൻ വന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പൊ എന്തോ ചെയ്യാൻ? എടാ, ഒരു 5 മിനിറ്റും കൂടെ. ഒന്ന് വെയിറ്റ്. ഇപ്പൊ എത്തും ഡോക്ടർ, ഇപ്പൊ എത്തും. ഒരു 5 മിനിറ്റും കൂടെ ഞാൻ തിരിക്കേ. ഇപ്പൊ എത്തും. എടി മഹി, നീ എന്തുവാടി പറയുന്നത്? ഞാൻ ഇതിൽ കയറി വന്നിരുന്നിട്ട് 20 മിനിറ്റ് ആയി. ഇനിയും സത്യമായിട്ട് ഞാൻ ഇതിൽ വെയിറ്റ് ചെയ്തിരുന്നാലേ എന്റെ വേറെ ഇറങ്ങും. എടാ, ഒരു 10 മിനിറ്റും കൂടി. ഇപ്പൊ എത്തും. എടാ പ്ലീസ് രാഹുൽ, നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കാണുള്ളൂ. പ്ലീസ്. ഒന്ന് തുറക്കടേ. ഒന്ന് എന്റെ പൊന്നളിയ, നീ ഇങ്ങനെ കിടന്ന് വിളിച്ചോണ്ടിരിക്കല്ലേ? നീയെങ്കിലും എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കടാ. ഇനി എപ്പോ പോവാണ്ടേ?